ഹലോ, നമസ്കാരേ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മളിവിടെ തൊഴിലുറപ്പ് ചേച്ചിമാർ പണിയെടുക്കുന്നുണ്ടേ അല്ലേ? എത്ര ആളായില്ലേ? 13 ആളായില്ലേ. അപ്പൊ അവർക്ക് എന്തെങ്കിലും വൈകുന്നേരത്തേക്ക് ഒന്ന് ചായക്ക് വിലകാരം അല്ലേ ആക്കി കൊടുക്കണം. അപ്പൊ തറവാട്ടിൽ നിന്ന് ആക്ക വരിച്ച് പോവുന്നേ. അപ്പൊ നമ്മളെ സഹായിക്കാൻ പോവാൻ പറഞ്ഞു അല്ലേ? അത് കുറച്ച് ആളുണ്ടായോണ്ട് അടുത്തേക്ക് ഒറ്റയ്ക്ക് ആവൂല. അപ്പൊ ഞാനെല്ലാം അധികം കൂട്ടി തറവാട്ടിൽ പോവുന്നേ സഹായിക്കാൻ. ഉപ്മാവാക്കുന്നു തോന്നേ. അച്ഛൻ ഇഷ്ടംപോലെ വിറയിലൂടെ കൊത്തി വെച്ചിട്ടുണ്ട് അല്ലേ? വരെ പോന്ന് വളഞ്ഞു പോന്ന്. ഇത് നമ്മളെ കിണറാണ്. വെള്ളമില്ല കേട്ടാ, ഞാൻ ശ്രദ്ധിച്ചിട്ടേട്ടാ. വെള്ളമില്ല, വെള്ളം പറ്റി കിണറില്. കുഴൽക്കിണറിന് ശരണം അല്ലേ? എന്നാ പിന്നെ അതിന് നോക്കിയ സമയങ്ങളുണ്ടപ്പാ. ആര് കിണറിലേക്ക് നോക്കുന്നു? ആരാ കിണറിലേക്ക് ഇപ്പൊ നോക്കല്ലേ? കുഴൽ കിണറായോണ്ട് നമ്മ ഇങ്ങോട്ട് നോക്കലേ ഇല്ല അതിന്റെ ഉള്ളിലേക്ക്. അമ്മ ചോറ് കഴിച്ചാ? എന്നാ കറി വെച്ചിനി? കയ്പൊക്കെ കുറവ് അല്ലേ? അമ്മ ചോറെല്ലാം കഴിച്ചു. അമ്മ അതിനിപ്പം മറ്റന്നാൾ കാണിക്കാൻ പോണം. 20-ാം തീയതി അല്ലേ? വണ്ടി താഴേക്ക് കീയണേ. ഷിജുരോട്ട് കീഞ്ഞു. അല്ല, അങ്ങനെ കീയോന്ന് കഴിക്കുന്നു. വണ്ടി താഴോട്ട് കീഞ്ഞിക്ക് ചെവിടെയൊക്കെ ഇല്ലേ? ഷിജുവിന്റെ വണ്ടി പോവാൻ കഴിയാ? നീ എന്നാ പറയുന്നപ്പാ? വണ്ടി ആംബുലൻസ് താഴേക്ക് കീക്കാൻ പറ്റുമോ കേട്ടോ അമ്മ? കീക്കാൻ പറ്റുമോ കേട്ടെ താഴേക്ക്? അല്ലെ പിന്നെ സ്ട്രക്ചർ ഇങ്ങോട്ട് എടുത്തുകൊണ്ടേ. കീയോ നോക്കണ്ടേ? അല്ല പിന്നെ സ്ട്രക്ചർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എടുത്ത് മേലേക്ക് കയറ്റേണ്ടി വരും. അത് ഏറ്റവും വലിയ പണിയല്ലേ? നമ്മ രണ്ടോട്ടം ഇപ്പൊ അങ്ങനെ കൊണ്ടുപോയി. വേട്ടൻ തേങ്ങ വെച്ച് വെച്ചിട്ടുണ്ട്. അച്ഛാ ചോറ് കഴിച്ചില്ലേ? ഉപ്മാവാക്കാന്നാലേ? ഉപ്മാവാക്കാ അവർക്ക് കൊടുക്കണ്ടേ? ഇത് ഉടക്കറാന്നാലേ? ഇതെയാ? അവര് ഇത്ര കണക്കുണ്ടാവും. 50 സെന്റിനാ? ഇതെയാ? ആയിക്കോട്ടല്ലേ, ബാക്കി ബൈക്കിക്കോട്ട്. അവർക്ക് കണക്കുണ്ടാവും. ഇത്ര ദിവസം ഇത്ര സെന്റിന് ഇത്ര ദിവസം എടുക്കണം. 50 സെന്റിന് അങ്ങനെ ഇത്ര ദിവസത്തെ കണക്കുണ്ടാവും. 50 സെന്റിന് 6 ദിവസം കണക്കായിരിക്കും. 6 ദിവസം അല്ലേ? 60ആയി. 60 പണി ശമ്പളം കിട്ടാൻ പിന്നെ വെറുതെ ഒരു പണി എടുക്കും അച്ഛാ. ശമ്പളം എല്ലാവർക്കും ജീവിക്കണ്ടേ? വെള്ളം ഓക്കാൻ കൊണ്ടുപോയിട്ടു വേഗം പാത്രത്തിൽ തന്നെ കിട്ടും, അല്ലെങ്കിൽ പിന്നെ ഞാൻ കുടിക്കും. എന്താ വെറിച്ച് വന്നിട്ടുണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട്. ഞാൻ കുടിക്കാൻ വെച്ചത് അപ്പൊ ഇവിടെ വന്നു. എന്താ വെച്ചാ കിട്ടുന്നില്ലേ? നിന്റെ വെറി പോലെ കൈ നോക്കണ അച്ഛാ. വെള്ളം കൊറേ പുറത്തേക്ക് പോയി, അതാ പറയുന്നത്. ബുദ്ധി ഉണ്ടാകാൻ പാടില്ല, അതാ പറയുന്നത്. സത്യാണ്. അതേതോ ക്യാരറ്റാ? കഴുകി ഉള്ളി തോലുകളെ ചില കഴുകുണ്ട്. എന്നാ പറയുന്നത്? അച്ഛന് തോല് കായറ്റ. ഞാൻ മുറിക്കാൻ താലി. അച്ഛൻ 2 ഉള്ളിയൊന്നും പോരച്ചാ?
ഉള്ളി വേണ്ട, എന്നാലേ രസം ഉണ്ടാവൂലോ. ഉള്ളി ഇട്ടാലേ രസം ഉണ്ടാവൂലോ. അപ്പൊ ഉപ്മാവിന് വേണ്ടുന്ന പച്ചമുളക്, ഉള്ളി അരിയുന്നുണ്ട്, ക്യാരറ്റ് അരിയുന്നുണ്ട്, ഉള്ളി കുറച്ചും കൂടെ അരിഞ്ഞിടുന്നുണ്ട്. അച്ഛൻ ഇഞ്ചിയുടെ തോല് കളയുന്നുണ്ട് അല്ലേ? ഒന്നും ഉണ്ടാത് ക്യാരറ്റ് മുറിച്ചാലും തിന്നല്ല നീ. അപ്പൊ നമ്മുടെ ഉപ്മാവിന് വേണ്ടുന്ന ചേരുവകൾ തയ്യാറാക്കിയിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, നമ്മുടെ സവാള, ക്യാരറ്റ്, നല്ല ഫ്രഷ് കറിവേപ്പില. അതെയാ? എങ്ങനെ അങ്ങനെ കൊണ്ടുവന്നെയാ? കുത്തുന്ന നമ്മളിങ്ങോട്ട് ചെറിയ കുത്ത് കണക്കനല്ലേ? കുറച്ച് കറിവേപ്പിലുണ്ട്, പക്ഷെ ചെറുങ്ങനെ ഒരു കുത്ത്. പുഴുവെന്നല്ല, കറുപ്പ് കളറാണ്. എന്നാ പിന്നെ നമുക്ക് പെട്ടെന്ന് പരിപാടി നോക്കാം. അപ്പൊ നമ്മുടെ ഗ്യാസ് കത്തിയിട്ടുണ്ട്, ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാവട്ടല്ലേ. അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ. ഇവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ ഭയങ്കര മടിയാണ്. മതിയാ? അപ്പൊ നമ്മുടെ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കുക്കിങ്ങിൽ എന്നെ ഏൽപ്പിച്ചിന് എന്താണെന്ന് കണ്ടറിയാ. കടുക് പൊട്ടുന്നുണ്ട്. അറിയാനൊന്നുമില്ല, കൊള്ളന്നെ. ഇന്ന് വെക്കാം. കുറച്ച് കറിവേപ്പില, ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയെ മൂന്നില്ല. കുറച്ച് ക്യാരറ്റ്, നമ്മുടെ ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പെടുത്തോ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. തിളക്കട്ടെ. തിളക്കാൻ തുടങ്ങിയ എന്താ ഉപ്പില്ലേ? ഉപ്പ് അധികമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കുറഞ്ഞാൽ നമുക്ക് ഇടാം. കട്ടൻ ചായ അല്ലേ? അപ്പോൾ നമ്മുടെ ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. ഇതിലേക്ക് നമ്മുടെ ചെറിയ വെച്ച തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇളക്കറ. ഉപ്മാവിൽ തേങ്ങ അങ്ങനെ ഇടയില്ല, പക്ഷെ നമ്മൾ വീട്ടിൽ ആക്കുമ്പോൾ ഇടല്ല അല്ലേ? ചിലവൊന്നും ഇടൂല. അപ്പോൾ അടുത്ത് നമ്മുടെ റവയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാ സൈഡ് ഇങ്ങനെ വതറി കൊടുക്കും. ഒരിക്കലും ഇടല്ല കേട്ടോ. റവ ഇടുമ്പോൾ ഒരിക്കലും ഇടാൻ പാടില്ല. സൈഡ് ഓട്ടി ഇടും. മറ്റേ കൊണ്ട് ഫുൾ നോക്കി ഇതൊന്ന് കൂട്ടിപ്പിടിച്ച് നോക്കി. അങ്ങനെ നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. അച്ഛാ നോക്കിയേ, നല്ല രസമുണ്ട്. തന്നെ അച്ഛാ
കഞ്ഞിയെല്ലാം കുടിച്ചിട്ടാണ് തുടങ്ങിയതല്ലേ. കറി മത്തന്റെ അപ്പ് വറവ്, വറവ്, വെള്ളരിക്ക പുത്തേരി, അയിലക്കറി, അച്ചാറ്, സദ്യ. എല്ലാരും കൂടി ആകുമ്പോ സദ്യ ഇല്ല. എല്ലാരും മാറി മാറി നിൽക്കും. കറി എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിക്കല്ലേ പേടിയാടില്ലേ? കൂട്ടിന്നു ഞാനും വന്നോട്ടെ. അപ്പോൾ ഇന്നത്തെ സപ്ലയർ രുക്കുമ്മയാണ്. കോഴിക്കോട് രുക്കുമ്മ. എന്താ ഇങ്ങോട്ട് കൊടുക്കും? നോക്കണ ചോദിക്കണ ടേസ്റ്റ് ഉണ്ടാവും. രസമുണ്ടാ? അടിപൊളി തന്നെ. എന്നിട്ട് പേടിക്കണ്ട്. അതെയാ, ഉപ്പ് അധികം ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ വെച്ചിട്ട് കുറച്ചതാണ്. എന്താ കൊടുക്കറ വിളമ്പ് ദേശം. വായിലിട്ടേന്നാ. ഉപ്മാവ് ബാക്കിയാന്നല്ലേ? ഏ 100 മണി പൂർത്തിയായ ഒരാൾ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. നാളെ വല്ല ഉണ്ടാവൂല. അതെയാ, രുക്കമ്മിയില്ല അല്ല നാളെ? രുക്കമ്മിയില്ല. 100 മണി പൂർത്തിയായി. അതെയാ, അങ്ങനെ ഉണ്ടാ? കഷ്ണ. അപ്പൊ നമ്മുടെ ചേച്ചിമാര് ചായ എല്ലാം കുടിച്ചു. എന്നാ പിന്നെ എല്ലാരും ടാറ്റ കൊടുത്തേ. ടാറ്റ ഒരു ഉഷാറായിട്ട അല്ലേ? ഉഷാറായിട്ട. ഒന്നുകൂടെ കൊടുത്തേ. ആ, അപ്പൊ 4 മണിയായി. 4 മണിക്ക് ഇവര് എല്ലാവർക്കും പോയിട്ട് ഫോട്ടോ എടുക്കണം. അതുകൊണ്ട് എല്ലാവരും പോക്കായി അല്ലേ? പോണോ നീ ഞാനിവിടെ ബസ് സ്റ്റോപ്പില്, നീ ഞാനിടത്തേക്ക് വരാം അല്ലെ? അങ്ങനെ പറഞ്ഞിട്ട് കൊണ്ടുണ്ട്. പറ്റെങ്കിലല്ലോ വരാനും കഴിയും.
ആരോ നക്ഷത്രം വൈകി സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. ചായ കുടിക്കണേ? തിന്നോ? അച്ഛൻ നല്ല ഉപ്മാവാക്കി വെച്ചിട്ടുണ്ട്. തിന്നുവാ? തിന്നോ? ഇട്ടേ ഉപ്മാവ് വീർന്ന് തിന്നോ? ഇട്ടാ ഉപ്മാ വാങ്ങിച്ചോ? കയ്യും കാലിനും കവ്. താറ്റ കൊടുത്താൽ